അടുത്ത ശങ്കുട്ടിദാസ്, PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി അനുകൂലമായ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ സമവായം ഉണ്ടാകുമോ, ക്യാബിനറ്റിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് CPI അടക്കം എടുക്കുന്ന തീരുമാനം. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ടാണ് പരിഹാസം ഉണ്ടാകുന്നത്? ഇപ്പോൾ ബിജെപിയുടെ മുൻ അധ്യക്ഷനടക്കം അത്തരത്തിൽ പരിഹാസവുമായി രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ABVPയുടെ വിജയം എന്ന് വിചാരിക്കുന്നത്? അങ്ങനെ BJP വരച്ച വരയിലേക്ക് അല്ലെങ്കിൽ തീരുമാനിച്ച ഇടത്തേക്ക് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നൊരു വിജയപ്രതീക്ഷയാണോ നിങ്ങൾക്കിപ്പോൾ? നോക്കൂ, PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ അതിനെ പരിഹസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വൈകി വന്ന വിവേകമാണ് എന്നതുകൊണ്ടാണ് അതിലൊരു പരിഹാസത്തിൻ്റെ സാധ്യത ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങളെ ആദ്യം എതിർക്കുകയും പിന്നീട് നിർലജ്ജമായി മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് അതേ സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുന്ന U-ടേൺ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ള ഈ PM ശ്രീ. നമുക്ക് 2018 ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആ പദ്ധതി തന്നെ ഒരു തട്ടിപ്പാണ്, ഹോക്സാണ്, സംസ്ഥാനത്തിൻ്റെ കാരുണ്യ പദ്ധതിയോട് കിടപിടിക്കാനുള്ള ശേഷി അതിനില്ല, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും 2019 ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. 2019 PM കിസാൻ നിധി, കർഷകർക്ക് അക്കൗണ്ടിലേക്ക് 6000 രൂപ ഇട്ട് കൊടുക്കുന്ന PM കിസാൻ നിധി ഉണ്ടാക്കിയ സമയത്ത് ആ പദ്ധതിയെ നിശിതമായി വിമർശിക്കാൻ മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല, ഡബിൾ സ്കീമാണ്, 2 പദ്ധതി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. 2019 ആയപ്പോഴേക്കും നിലപാട് മാറ്റി PM കിസാൻ നിധി പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി. 2023 PM വിശ്വകർമ്മ യോജന, അതിൻ്റെ ലോഞ്ചിങ്ങിൽ P രാജീവ് പങ്കെടുത്തത് പോലുമില്ല, അതൊരു RSS പദ്ധതിയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ 2024 മെയ് മാസത്തിൽ ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് PM വിശ്വകർമ്മ യോജന നടത്താൻ നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നമ്മുടെ എന്താ പറയുക പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൻ്റെ കാര്യത്തിൽ അത് ആരോഗ്യ മന്ത്രികളാക്കി മാറ്റാനുള്ള തീരുമാനത്തെ നിശിതമായിട്ട് എതിർക്കുകയും കേരളം ഒരു കാരണവശാലും ആരോഗ്യമന്ത്രികൾ സ്ഥാപിക്കില്ലെന്ന് പറയുകയും ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം ആരോഗ്യമന്ത്രികളായിട്ട് പുനർനാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അനുഭവത്തിലെ ഏറ്റവും അവസാനത്തേതാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് 4 വർഷം തുടർച്ചയായിട്ട് ആവർത്തിക്കുകയും ഏറ്റവും ഒടുവിൽ അതിലെ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്, അതുകൊണ്ട് PM ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ താത്വികമായി അടവുപരമായി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യാന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി രാജ്യത്തെ 14,500 സ്കൂളുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ, എക്സംപ്ലറി സ്കൂളുകളാക്കി മാറ്റാൻ എന്താണ് 2020 ആധുനിക ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യുന്നത്? അത്തരത്തിൽ വിഭാവനം ചെയ്യപ്പെടുന്ന സ്കൂളുകളുടെ നിലവാരം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെയുള്ള മാതൃകാ വിദ്യാലയങ്ങളെ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ലോഞ്ച് ചെയ്തത്. 27,300 കോടി രൂപ ചെലവിലാണ് 5 വർഷത്തേക്ക് ഈ പദ്ധതി 2022 മുതൽ 2027 വരെ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോ സ്കൂളിനും ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളാണ് സെലക്ട് ചെയ്യുക. അങ്ങനെ നോക്കിയാൽ കേരളത്തിന് 336 സ്കൂളുകൾ ഈ പദ്ധതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഓരോ സ്കൂളിനും പ്രതിവർഷം 1 കോടി രൂപ എന്ന നിരക്കിൽ 5 വർഷത്തേക്ക് 5 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ ലോക നിലവാരമുള്ള സ്കൂളുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ്, അതിനോട് ഞങ്ങൾ ആശയപരമായി വിയോജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പദ്ധതിയുടെ ഭാഗമാവാതിരിക്കുകയും ഇതിനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ഒരു MOU ഒപ്പിടണമല്ലോ, ആ MOU ഒപ്പിടാതിരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 4 വർഷത്തിൽ ബ്രാൻഡിംഗ് ആണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നേരത്തെ നമ്മൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമൊക്കെ അങ്ങനെ കണ്ടു. അങ്ങനെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് കിട്ടണമെങ്കിൽ അതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയും അടക്കം ഈ പറയുന്ന വിശേഷണങ്ങളോടെ ഈ പറയുന്ന സ്തുതിയോടുകൂടി പ്രദർശിപ്പിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് വിമർശനത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ വിദ്യാലയങ്ങൾ വലിയ തോതിൽ മാറിയ വിദ്യാലയങ്ങളാണ് ഏറെക്കുറയും. അപ്പോൾ അതിന്റെ മുഴുവൻ അവകാശവാദങ്ങളും ഭാവിയിൽ ഈ പറയുന്ന ശിലാഫലകത്തോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ എഴുത്ത് കുത്തിനൊപ്പം ഇതൊക്കെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടോടുകൂടി വികസിപ്പിച്ച സ്കൂളുകൾ എന്ന നിലയ്ക്കാണ് എന്നൊരു അവകാശവാദം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് എതിർപ്പ് സ്വാഭാവികമായും രാഷ്ട്രീയമായി ഉണ്ടാകുന്നത്. അല്ല, ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സ്കൂളുകൾ നന്നായാൽ അതിൻ്റെ അവകാശവാദം കേന്ദ്രം ഉന്നയിക്കും എന്ന് പേടിച്ചിട്ട് കേരളത്തിലെ സ്കൂളുകൾ നന്നാവേണ്ട, ഇപ്പോഴത്തെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ തുടരട്ടെ. കേരളത്തിലെ സ്കൂളുകൾ മുഴുവൻ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ വർഷം തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എത്രയാണ് മാധു? ആലപ്പുഴയിൽ സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണ് കുട്ടി മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലേ? കൊല്ലത്ത് വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി തട്ടിയിട്ട് കുട്ടി മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ലേ? സുൽത്താൻ ബത്തേരിയിലെ സ്കൂളിൽ കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? അപ്പോൾ കേരളത്തിലെ നിരവധി സ്കൂളുകൾ വളരെ ശോചനീയമായിട്ടുള്ള
പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കേരളത്തിലെ 336 സ്കൂളുകളെ കേരളത്തിലെ ഓരോ ബ്ലോക്കിൽ നിന്നും ഒരു എലിമെന്ററി സ്കൂളിനെയും ഒരു സെക്കൻഡറി സ്കൂളിനെയും ലോക നിലവാരമുള്ള 5 വർഷം കൊണ്ട് 5 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സോളാർ പാനൽ, അതേപോലെ തന്നെ ന്യൂട്രീഷണൽ ഗാർഡൻ, LED ലൈറ്റിങ്ങുകൾ, ലബോറട്ടറികൾ, മറ്റേ എന്താണ് ലോക്കൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അല്ല നോക്കൂ, ഒരു പദ്ധതി നമുക്ക് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു പദ്ധതിയുടെ ഫണ്ട് നമുക്ക് വേണം, എന്നാൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പേരോ അതിന്റെ സന്നാഹങ്ങളോ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ ബോധപൂർവം നടത്തുന്ന ഒരു വ്യാജ പ്രചരണം, ഇത് കേന്ദ്രത്തിന് കിട്ടേണ്ട വിഹിതമാണ്, എന്നാൽ കേന്ദ്ര സർക്കാർ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം സ്വീകരിച്ചുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കാതിരിക്കുകയാണ്. അവസാനം ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷനോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മാറ്റിവെച്ചുള്ള ഒരു ഫണ്ടല്ല. ഇത് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാനുള്ള ഫണ്ടാണ്. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ടിനുള്ള അർഹതയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ 30-ാം തീയതി ഇടതുപക്ഷത്തിന്റെ MP ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഫണ്ടിന്റെ ആനുകൂല്യം സംസ്ഥാനങ്ങൾക്ക് കിട്ടുക എന്ന് കേന്ദ്രം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാനങ്ങൾക്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ പറ്റി പറയുന്നുണ്ട്. 2022-23 കാലഘട്ടത്തിലേക്ക് 348 കോടി, 22-23-24 കാലഘട്ടത്തിലേക്ക് 328 കോടി, 24-25 420 കോടി, 25-26 വർഷത്തേക്ക് 440 കോടി, ഇങ്ങനെ 1538 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുന്ന, സംസ്ഥാനത്തെ 336 സ്കൂളുകളെ ലോക നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള അവസരമുള്ള ഒരു പദ്ധതി MOU ഉൾപ്പെടാതെ രാഷ്ട്രീയ വിരോധം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിരോധം മാത്രം പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയും കേരളത്തിലെ SSA ജീവനക്കാർക്ക് 6000-ഓളം വരുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ 4 വർഷം ശമ്പളം പോലും മുടക്കുകയും BJP ആക്ഷേപം അടുത്ത ശങ്കുടിദാസ് ചടങ്ങിലേക്ക് തിരികെ